വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിറം ബൈ മിഥു. ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഹേർട്ട് ബോക്സ് ഉണ്ടാക്കിയാലോ? 10 സെൻറ്റിമീറ്റർ സൈഡുള്ള സ്ക്വയർ പീസ് എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന മെഷർമെൻറ്റ് എല്ലാം അതിൽ മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ ഇൻറ്റു പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഹേർട്ട് ഷേപ്പ് കിട്ടും. ഇതുപോലെ 2 ചെയ്തെടുക്കണം. എന്നിട്ട് അതിൽ ഒരു ഹേർട്ടിൻ്റെ എല്ലാ സൈഡിലൊന്നും 1.5 mm മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കളയുക. ഇനി ബോക്സിൻ്റെ ഹൈറ്റിന് വേണ്ടി ഇതുപോലൊരു റെക്റ്റാങ്കുലർ പീസിൽ ഈ മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് വെക്കുക. വരച്ച എല്ലാ ലൈൻസിൻ്റെ 2 സൈഡിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ കുഞ്ഞു ട്രയാങ്കുലർ പോർഷൻ കിട്ടും. ആ പോർഷൻ അങ്ങ് കളയുക. പിന്നെ ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല, അത് നല്ല പെർഫെക്റ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം ഈ പോർഷൻസ് ഒക്കെ നമ്മുടെ ബോക്സിന്റെ ഉൾഭാഗത്താണ് വരുന്നത്, പുറത്ത് കാണില്ല. ഈ ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണെന്നല്ലേ ചാക്കോമാഷ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അളക്കലും വരക്കലും ഒക്കെ കൃത്യമായിട്ട് വരാൻ ഒന്ന് ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണെങ്കിൽ കുഴപ്പമില്ലാന്നേ. പിന്നെ ഇത് ഇപ്പൊ കട്ട് ചെയ്യുന്നില്ലേ, ഇതേമാതിരി ഓപ്പോസിറ്റ് സൈഡിലും കട്ട് ചെയ്യണം. എന്നിട്ട് ഈ കാണുന്ന എല്ലാ ലൈൻസിലും സ്കെയിലോ മറ്റെന്തേലോ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ ഹേർട്ടിലോട്ട് ഇത് ഫിക്സ് ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും. ഇതിന്റെ കണ്ടിന്യൂഷനായി ഒരു കുട്ടി പീസ് കൂടെ ഉണ്ട്. ഒരു ഫുൾ A4 ഷീറ്റിൽ ഇത്രയും ലെങ്ക് നിൽക്കില്ലല്ലോ. അതാണ് ഈ കുട്ടി പീസ്. അതും ഇതുപോലെ വരച്ച് സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതിന്റെ സൈഡിലെല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഹേർട്ടിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒട്ടിക്കാനായിട്ട് ഗ്ലൂ സ്റ്റിക്കാണ് എടുത്തത്. കുറച്ചുകൂടെ ബെറ്റർ ഈ തിക്നെസ് പറഞ്ഞ 2 സൈഡ് ടാപ്പില്ലേ, അതായിരിക്കും. ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഫുൾ ഉണ്ടായിരുന്നത് ഇതിനകത്ത് സാധനങ്ങളൊന്നും ഇട്ട് വെക്കേണ്ട, പകരം ഓരോ ദിവസവും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആ ഹാപ്പി മൊമെൻറ്റ്സ് ഇതിൽ എഴുതിയിട്ടാലോ എന്ന്. അതാവുമ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഹേർട്ടും നിറയും, ഹേർട്ട് ബോക്സും നിറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ ഒരു ഐറ്റം നമ്മുടെ ഡെസ്ക് മേലുണ്ടെങ്കിൽ നമ്മുടെ ഡെസ്കിൻ്റെ റൂമിൻ്റെ വൈബ് തന്നെ മാറും. കമ്മിങ് ടു ബോക്സ് മേക്കിംഗ്, ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ഉള്ളൂ ഒരു ഹേർട്ട് കംപ്ലീറ്റ് ആവാൻ. അങ്ങനെ ഈ ബോക്സിൻ്റെ ഹൈറ്റ് പീസ് ഹേർട്ടിലോട്ട് കംപ്ലീറ്റ് ഒട്ടിച്ചതിന് ശേഷം ഈ പൊന്തി നിൽക്കുന്ന വാൽഭാഗത്തിൻ്റെ അടിയിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അകത്തോട്ട് മടക്കി വെക്കുക. 1 ബോക്സ് ഈസ് റെഡി. ഇനി അടുത്ത ഹേർട്ടിന് വേണ്ടി ഇതുപോലെ മെഷർമെൻ്റ് എടുത്ത് വരച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഹേർട്ടിൻ്റെ സെയിം പ്രോസസ്സിന് ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. ആകെയുള്ളൊരു ചേഞ്ച് എന്ന് വെച്ചാൽ ആദ്യത്തേനേക്കാളും ഇതിന് കുറച്ചുകൂടെ സൈസ് കുറവായിരിക്കും. നമ്മുടെ നോർമൽ ക്രാഫ്റ്റ് പേപ്പറിൽ നിന്നും കുറച്ചുകൂടെ കട്ടിയുള്ള പേപ്പറാണ് ഞാനിതിന് വേണ്ടി എടുത്തത്. കുറച്ച് വളഞ്ഞു പോവുമെങ്കിലും സാധാ പേപ്പറിൽ ഇത് ചെയ്യാനൊക്കെ പറ്റും. ഇത് ശരിക്കും ഒരു മൾട്ടിപർപ്പസ് സാധനമാണ്. നിങ്ങൾക്ക് ഡെക്കറായിട്ട് യൂസ് ചെയ്യാം, സാധനങ്ങളിട്ട് സൂക്ഷിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ ഇതിലോട്ട് എഴുതിയിടാം. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായി വേറെ ഒന്നും തപ്പിപ്പോവേണ്ട ആവശ്യം വരുന്നില്ല. വേറെ ഒരു ക്രാഫ്റ്റ് ഞാൻ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണമെന്ന് പറയില്ല, പക്ഷേ ഇത് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഉണ്ടല്ലോ, ഇത് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഫൈനൽ ഔട്ട് കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാതെ തോന്നും, വെൽ ഡൺ. ഈ ഒരു സംഭവം എല്ലാ ക്രാഫ്റ്റിൽ നിന്നും കിട്ടണമെന്നില്ല. ഈ 2 ഹേർട്ടും കറക്റ്റായിട്ട് ഇങ്ങനെ ജോയിനായി വന്നതാണ് ഇതിലെ ഏറ്റവും എക്സൈറ്റിംഗ് പാർട്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ശരി, അപ്പോൾ ബൈ.